ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതിനിടയ്ക്ക് അതിൽ പെട്ടുപോയ ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച് ഇന്ന് ഹൈക്കോടതി കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു. അതായത് വയനാട്ടിൽ പുനരധിവാസം കാത്തു നിൽക്കുന്ന ആ സാധാരണ ജനങ്ങളെക്കുറിച്ച് ഇപ്പോഴും എവിടെ പോകണം, എന്ത് ചെയ്യണം, ഇനി എന്താണ് നമ്മുടെ ഭാവി എന്ന് പോലും അറിയാതെ ഓരോ ദിവസവും ഈ പറയുന്ന കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന അന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അവരുടെ ഭാവി വെച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പന്താടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ഈ സംസ്ഥാന സർക്കാർ കുറ്റം പറയുന്ന സമയത്ത്, അതായത് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള ഫണ്ട് തരുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ നടന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ചുഴലിക്കാറ്റ് ഉണ്ടായ നാശനഷ്ടം, അവിടെ ജനങ്ങൾ മരണപ്പെട്ടത്, അതിനോടനുബന്ധിച്ച് പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാർ 900 കോടിയാണെന്ന് തോന്നുന്നു, അത്രയും രൂപ അനുവദിക്കണമെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അതിനുള്ള റിപ്പോർട്ട്, ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നാശങ്ങൾ എന്ന് അറിയിക്കാനുള്ള ഒരു ഇതുണ്ട്. അവരുടെ ഫണ്ടിൽ ഇനി എത്ര ബാക്കിയുണ്ട്, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ഒരു നാട്ടിൽ, അതായത് ഒരു സംസ്ഥാനത്ത് ഈ പറയുന്ന ഒരു ദുരന്തം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന നമുക്കറിയാം ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്. കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള കണക്കെടുപ്പും ബാക്കി കാര്യങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ അതോറിറ്റിയാണ് കണക്ക് സമർപ്പിക്കുന്നത്. അതിനോടാണ് നമ്മുടെ ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത്. അതായത് ഇതുവരെയായിട്ടും നിങ്ങൾ തന്ന ഈ ഒരു റിപ്പോർട്ടിനകത്ത് കണക്കൊന്നും വ്യക്തമല്ല, ഓഡിറ്റിംഗ് ക്ലിയർ അല്ല. അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഈ പറയുന്ന ദുരന്ത നിവാരണ ഇതിൻ്റെ കീഴിലുള്ള ഫണ്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ആ ഒരു ഫണ്ടിൽ പോലും 677 കോടി രൂപ ബാലൻസ് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് അതെടുത്ത് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗപ്പെടുത്തുന്നില്ല? ഇപ്പോഴും ഈ പറയുന്ന ബാക്കി പൈസയ്ക്ക് വേണ്ടി മാത്രം കടികൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം അത് തന്നെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നതെന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? അതോ ഹൈക്കോടതി ചോദിച്ച ഏറ്റവും പരിഹാസ്യമാക്കപ്പെടുന്ന രീതിക്ക് ചോദിച്ചൊരു കാര്യമാണ്. അതോ പാസ്ബുക്കിൽ 677 കോടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് അക്കൗണ്ടിൽ അങ്ങനെ ഒരു പൈസ ഇല്ലയോ, അതുകൊണ്ടാണോ നിങ്ങൾക്ക് ഈ പറയുന്ന ഉപയോഗിക്കാൻ കഴിയാത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കും തോന്നിപ്പോകുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം 677 കോടി ഈ പറയുന്ന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പൈസ വെച്ചിരിക്കുന്ന എന്തിനാണ്? കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഫണ്ട് തരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 677 കോടി ഉണ്ടെങ്കിൽ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ അതിൽ നിന്ന് തന്നെ നമുക്ക് സജ്ജമാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ എന്നിട്ട് കൂടി നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ വരുത്താൻ വേണ്ടി വ്യാഴാഴ്ച വരെ നമ്മുടെ ഹൈക്കോടതി സമയം കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈക്കോടതി തന്നെ പറഞ്ഞ കാര്യമുണ്ട്, ഇതിൽ കൃത്യമായിട്ട് വ്യക്തത വരുത്തിക്കൊണ്ടൊരു കണക്ക് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൽ കൊടുത്താലാണ് അവർക്ക് അതിൻ്റെ ഉള്ള കൃത്യമായിട്ടുള്ള ഫണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യും, അല്ലാതെ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ പറയുന്ന മത്സരമല്ല ഇവിടെ നടത്തേണ്ടതെന്ന് തന്നെയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറഞ്ഞത്. ഇവിടെ പാർട്ടിപരമായിട്ടുള്ള വഴക്കോ അടിയോ നടത്തേണ്ട ഒരു സമയമല്ല. ഒരു കൂട്ടം പാവപ്പെട്ട ജനങ്ങൾക്ക് പുനരധിവാസം, അവരുടെ ജീവിതം, അവരുടെ കുട്ടികളുണ്ട്, അവരുടെ വിദ്യാഭ്യാസം, ഇങ്ങനെ ഒരുപാടധികം കാര്യങ്ങളുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധുക്കളുടെ വീട്ടിൽ പോലും 10-12 ദിവസം പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിയാന്ന് പറയുന്നത് അവർക്കൊരു വസ്തുവോ വീടോ ഒന്നുമില്ലാതെ കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്ന് പോലും അറിയാതെ കഴിയുന്ന ഒരു അവസ്ഥ അത്രയും ഭയാനകമാണ്. അത് മനുഷ്യപ്പറ്റോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ പറയുന്ന കണക്ക് ഫണ്ട്, അതായത് 677 കോടി ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് അത് കൃത്യമായിട്ട് വിനിയോഗിക്കാനൊരു സംഭവമുണ്ട്. അതിന് വേണ്ടിയിട്ടാണല്ലോ ഫണ്ട് കൊടുക്കുന്നത്. ദുരന്തം ഉണ്ടാകുന്ന സമയത്തിന് വേണ്ടി അത് അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഫണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ പ്രവർത്തനങ്ങൾ പോലും നടക്കാതെ ഇതുവരെ നമ്മുടെ റവന്യൂ മന്ത്രിയായിട്ടുള്ള രാജൻ സാർ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ 2 ഘട്ടങ്ങളായിട്ട് കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പുനരധിവാസം നടത്താൻ കഴിയാത്ത പ്രദേശങ്ങൾ താമസിക്കുന്ന ആൾക്കാർ, പൂർണ്ണമായിട്ട് വീടുകൾ തകർക്കപ്പെട്ട സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ, അവിടെ എത്ര ഇനി പുനരധിവാസം എങ്ങനെ, ഇങ്ങനെ 2 ഘട്ടമായിട്ടാണ് ഇതിൻ്റെ കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കണക്കെടുപ്പൊന്നും പൂർണ്ണമല്ല. നമുക്കറിയാം ഇങ്ങനൊരു സംഭവം നടക്കുന്ന സമയത്ത് അവിടെ എത്ര പേര് അധിവസിച്ചിരുന്നു, അതിൽ എത്ര പേരെ കാണാതായി, എത്ര പേരുടെ ഡെഡ് ബോഡീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അങ്ങനൊരു ഈ പറയുന്ന മുണ്ടക്കൈ ചൂരമലയിൽ ജൂലൈ 30 ഇങ്ങനൊരു കാര്യം നടക്കുന്നത്. അപ്പോൾ ഒരുപാട് സമയം പിന്നിട്ട് കഴിഞ്ഞു ഇങ്ങനത്തുള്ള കാര്യങ്ങൾ. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുനരധിവാസം എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ ഇനിയും ഇതുപോലുള്ള ആഘാതങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള പ്രദേശങ്ങൾ ഏതെന്ന് ഉറപ്പായിട്ടും അതിൻ്റെ പഠനം നടത്തിയിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇനിയും നമുക്ക് ജനങ്ങളുടെ ജീവൻ വെച്ച് ആക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം അങ്ങനൊരു പഠനം നടത്തിയാൽ മാത്രമേ, കാരണം ആ ഇനിയും ഭൂമി അവശേഷിക്കുന്നുണ്ട് ആ പാവങ്ങളുടേത്. അപ്പം അവർ വീണ്ടും അവിടേക്ക് തന്നെ പോയി പുനരധിവസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൽ അപ്പുറത്തേക്കുള്ള ദുരന്തം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ദുരന്തങ്ങളിലേക്ക് ഇതൊക്കെ ചെന്ന് ചേക്കേറും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ
സ്ഥലത്ത് ഇനിയും പഠനം നടത്തേണ്ടതുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ, അതായത് ഇപ്പം ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് എത്ര കിലോമീറ്റർ ദൂരത്തിൽ വരെ അല്ലെങ്കിൽ എത്ര സ്ഥലത്ത് മാറ്റി ആൾക്കാരെ ഇനി പാർപ്പിക്കാൻ കഴിയും, ഇനി അതല്ല അപ്പുറത്തേക്ക് എത്ര പേർക്ക് വീട് വേണം അല്ലെങ്കിൽ എത്ര പേര് ബാക്കിയുണ്ട്, ഇങ്ങനെ കുറേയധികം കണക്കെടുപ്പുണ്ട്. ആ കണക്ക് കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ ഇനി ഈ പുനരധിവാസത്തിന് എത്രത്തോളം രൂപ വേണ്ടി വരും എന്നൊരു കൃത്യമായിട്ടുള്ള കണക്ക് കൊടുക്കാത്തത് കൊണ്ടാണല്ലോ നമ്മുടെ ഹൈക്കോടതി ഓഡിറ്റിംഗ് പോലും ക്ലിയർ അല്ല എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാതെ ആ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളും ഒത്തൊരുമയോട് നിന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടുന്നുള്ള കണക്ക് കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഫണ്ട് എന്ന് പറയുന്നൊരു സാധനം തരാതിരിക്കാൻ ഇപ്പം കഴിയില്ല. അപ്പോൾ അത് ഇവിടുത്തെ ഭാഗം ആദ്യം ക്ലിയർ ആക്കുക എന്നൊരു സംഭവമാണ്. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ്, പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് പാർട്ടിയെ അഭിമുഖീകരിച്ചുകൊണ്ട് നമുക്കറിയാം ഈ പറയുന്ന വയനാട് മണ്ഡലത്തിൽ നിന്ന് ഇപ്പം ജയിച്ചു പോയതാണ്. നമുക്കറിയാം സത്യപ്രതിജ്ഞ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം 2000 കോടിയോളം ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ മോദിയെ കണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിവേദനം സമർപ്പിച്ചു എന്നൊരു വാർത്തയും വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വയനാട് എന്ന് പറയുന്ന മണ്ഡലത്തിനെ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ ഇനി സജ്ജമായേണ്ടത് പ്രിയങ്ക ഗാന്ധി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പം ഭരണത്തിലിരിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഫണ്ടിങ് ബാക്കി കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിൽ നിന്ന് എത്രയും വേഗം മേടിച്ചെടുത്തിട്ട് ആ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇനിയൊരു പുനരധിവാസം, കാരണം ഇത്തരത്തിലുള്ള ഇനിയും ദുരന്തങ്ങൾ അവർക്ക് താങ്ങുക എന്ന് പറയുന്നത് അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും. കാരണം ഓരോ കുടുംബങ്ങളിൽ നടന്ന് എത്രമാത്രം ആഘാതമാണെന്ന് നമ്മൾ ഓരോ ദിവസവും ടി വിയിലൂടെ തൊട്ടറിഞ്ഞതാണ്. നമ്മൾ ടി വിയിലൂടെയാണ് കാണുന്നതെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്നത് പോലുള്ള ഫീലിങ്സ് തന്നെയാണ് നമുക്ക് ഉണ്ടായതെന്ന് പറയുന്നത്. കാരണം ഒരു കുടുംബത്തിലെ 7, 8, 9 പേരൊക്കെ ഒന്നിച്ചു പോവുക, അതിലൊരാൾ മാത്രം ഒറ്റപ്പെട്ടു പോവുക, ഇങ്ങനെ പലതരത്തിലുള്ള ഏറ്റവും വലിയ ഭയാനകമായിട്ടുള്ള മുഹൂർത്തങ്ങളെ അവർ അത്രയും കടന്നിട്ടാണ് ആ പാവങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അമ്മയെ നഷ്ടപ്പെട്ടവരുണ്ട്, അച്ഛനെ നഷ്ടപ്പെട്ടവരുണ്ട്, 2 പേരെ നഷ്ടപ്പെട്ടവരുണ്ട്, സഹോദരങ്ങളെ മൊത്തം നഷ്ടപ്പെട്ടവരുണ്ട്, മക്കളെ മൊത്തം നഷ്ടപ്പെട്ട അച്ഛനും അമ്മയുണ്ട്. ഇങ്ങനെ കഴിയുന്ന ആൾക്കാർക്ക് അവരാ ഒരു ഷോക്കിൽ നിന്ന് പോലും ഇതുവരെ മുക്തരായിട്ടുണ്ടാവില്ല. അപ്പം അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാനൊരു സംഭവമുണ്ട്. അത് ഏറ്റവും മനുഷ്യത്വപരമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. നമുക്കറിയാം ഈ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് തന്നെ നമ്മുടെ ഈ പറഞ്ഞ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അതിലേക്കുള്ള ഫണ്ട് പിരിവുകൾ നടന്നിരുന്നു. അതിൽ ഏകദേശം 300 കോടിയോളം രൂപ കിട്ടിയെന്നൊരു കണക്ക് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എത്രയും ചിലവാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും വന്നിട്ടുള്ള ഞാൻ നോക്കിയെടുത്തോളം 2 കോടി, വേറൊരു കാര്യത്തിന് വേണ്ടി 5 കോടി, അത്തരത്തിൽ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം എങ്ങനെ കൂട്ടി നോക്കിയാൽ 10 കോടിയോളം രൂപയായാലും ബാക്കി ഫണ്ട് അവിടെ കൃത്യമായിട്ടുണ്ട്. അത് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് എടുത്തിട്ടുണ്ടോ, അത് എന്തിനു വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടോ, അതെന്താണ് വിനിയോഗിക്കാത്ത, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് സാധാരണ ജനങ്ങളിൽ ഉറപ്പായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അപ്പം അതുപോലെ ഇനി അതിലപ്പുറത്തേക്ക് നമുക്കറിയാം വയനാട് ദുരന്തം നടന്ന സമയത്ത് ഒരുപാട് ജനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഭൂമിയുള്ളത് നമ്മുടെ ബോച്ചെ പോലുള്ള ആൾക്കാർ, അതിലപ്പുറത്തേക്ക് 1000 ഏക്കർ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ തന്നിട്ടുണ്ടായിരുന്നു. വീട് വെക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങൾ കൊടുക്കാൻ തയ്യാറായത്, വീട് വെച്ച് കൊടുക്കാൻ തയ്യാറായ ആൾക്കാർ. നമ്മുടെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പോലും എത്രയോ വീടുകൾ വെച്ച് നൽകാം എന്നൊരു സംഭവം വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പം പല ആൾക്കാരുണ്ട് ഇവിടെ കൈകോർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ കണക്ക് ആദ്യം സമർപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി എന്ത് എന്നൊരു സംഭവം അതിന് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെയാണ് മുന്നിട്ടിറങ്ങേണ്ടത്. അതിൻ്റെ കണക്കെടുപ്പും വിവരങ്ങളും എത്രത്തോളം വൈകുന്നോ അതിനനുസരിച്ച് ആ പാവപ്പെട്ട ജനങ്ങൾ നീറിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കടികൂടുക എന്നൊരു സംഭവമല്ല ഈ സമയത്ത് ചെയ്യേണ്ടുള്ളത്. നിങ്ങളെ ഈ പറയുന്ന ഏതൊരു പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെയും വിശ്വസിച്ചുകൊണ്ട് കഴിയുന്നവരാണ് പാവപ്പെട്ട ജനങ്ങളെന്ന് പറയുന്നത്. അത് ഏത് പാർട്ടി ആവട്ടെ എന്താവട്ടെ, ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്, ജനപ്രതിനിധികളെന്ന് പറയുന്നത്. നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു അടിത്തറയും അത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമുക്കൊരു മുഖ്യൻ ഉണ്ടാവുകയാണെങ്കിൽ മുഖ്യൻ ഉറപ്പായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഭരണത്തിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന ബാക്കി എല്ലാ ജനങ്ങളും, അത് ഏത് പാർട്ടിയിൽ പെട്ടതായാൽ പോലും മുഖ്യൻ ഒരുപോലെ ആയിരിക്കണം. അത് പ്രധാനമന്ത്രിക്ക് ഒരുപോലെ ആയിരിക്കണം, രാഷ്ട്രപതിക്ക് ഒരുപോലെ ആയിരിക്കണം. അത് അങ്ങനെയാണ് പോകേണ്ടതെന്ന് പറയുന്നത്. നമ്മളൊരു ഭരണത്തലവനാകുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടി അതിലേക്ക് കൈകടത്താൻ പാടില്ല എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു പ്രവൃത്തി അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് വയനാട് പോലുള്ള ഒരു അത്രയും സാഹചര്യത്തെ നേരിട്ട ആ പാവപ്പെട്ട ജനങ്ങൾക്ക് വീണ്ടും ഒരു പുനരധിവാസം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള മെച്ചപ്പെട്ട സാഹചര്യങ്ങളെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഏതൊരാൾക്കാരെയും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഒറ്റക്കെട്ടായി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അതിൽ ഈ പറയുന്ന ഹൈക്കോടതി പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുകയല്ല ചെയ്യുന്നുള്ളത്. ഈ തമിഴ്നാടിന് എങ്ങനെയാണോ പെട്ടെന്ന് തന്നെ ഫണ്ട് സിസ്റ്റം കിട്ടിയത്, അതേ രീതിക്കുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കിട്ടും. അതിൽ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും കൂടി കൊണ്ട് തിരിയുന്ന ഒരു കാര്യമാണ്. അവിടെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതിൻ്റെ
മറന്നുകൊണ്ട് ആ പാവപ്പെട്ട ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നീതി ലഭിക്കട്ടെ.